വീടിനായി നിരവധി തവണ അപേക്ഷ കൊടുത്തുവെങ്കിലും കിടപ്പ് രോഗിയായ വിജയമ്മയെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാതെ മുഖം തിരിക്കുകയാണ് കൊല്ലം ചാത്തന്നൂർ പഞ്ചായത്ത് അധികൃതർ. നല്ലൊരു വീട് എന്നതാണ് കിടപ്പ് രോഗിയായ അമ്മയുടെയും മകളുടെയും സ്വപ്നം. പക്ഷാഘാതത്തെ തുടർന്ന് ഏറെ നാളായി കിടപ്പിലാണ് കൊല്ലം ചാത്തന്നൂർ സ്വദേശിയായ വിജയമ്മ. ഏതു നിമിഷവും തകരുമെന്ന ഭീതിയിലാണ് വിജയമ്മയും മകളും അടങ്ങുന്ന കുടുംബം ഈ വീട്ടിൽ കഴിയുന്നത്. വീടിന്റെ ഒരു ഭാഗം തകർന്നതിനെ തുടർന്ന് മകൾ കവിത പുതിയ വീടിനായി ലൈഫ് പദ്ധതിയിൽ ചാത്തന്നൂർ പഞ്ചായത്തിൽ അപേക്ഷ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. കൂട്ടുവാതികൾ വാർഡ് നടക്കുന്ന അഴിമതിക്കെതിരെ ഇത് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. വീണ്ടും മെയിൻ്റനൻസിന് ഞങ്ങൾ അപേക്ഷ വെച്ചായിരുന്നു. എൻ്റെ അമ്മ അപേക്ഷ വെച്ചിട്ട് മെയിൻ്റനൻസിന് കൊടുത്തില്ല. മെയിൻ്റനൻസിന് ഇല്ലെന്ന് പറഞ്ഞു. അർഹതപ്പെട്ടവർക്കല്ല അവർ കൊടുക്കുന്നത്. അവർ പാർട്ടി അടിസ്ഥാനത്തിലാണോ എങ്ങനെ അവർ കൊടുക്കുമെന്ന് അറിയത്തില്ല. ഇതിനകത്ത് പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥരും ഇത് കൂട്ടി നിൽക്കുന്നുണ്ട്. വാർഡ് മെമ്പറെ കൂടെ കൂട്ടുവന്നാണ് ഈ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. കോട്ടുവാതികൾ കല്ലുവിള വീട്ടിൽ ബാലേന്ദ്രൻ അയാൾക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വീട് വെച്ചതായിരുന്നു. ആ വീടിനിപ്പം മെയിൻ്റനൻസ് കൊടുത്തു. ആ വീട് അന്ന് മുതൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അവർ താമസിക്കില്ല. വാടകയ്ക്ക് കൊടുത്തിരുന്ന ആ വീട്ടിൽ വീണ്ടും മെയിൻ്റനൻസ് അവർ അനുവദിച്ചിട്ടുണ്ട്. ഇതിന് കർശനമായ നടപടി എടുക്കണം. അർഹതപ്പെട്ടവർക്ക് അവർ കൊടുക്കണം ആനുകൂല്യങ്ങൾ. 3 സെന്റ് സ്ഥലം മാത്രമുള്ളതിനാൽ ബാങ്കുകാരും വായ്പ നൽകാൻ തയ്യാറാകുന്നില്ലെന്നും കവിത പറയുന്നു. 2022 ഭിന്നശേഷിക്കാരനായ ഭർത്താവിന്റെ മരണത്തിന് പിന്നാലെയാണ് വിജയമ്മയ്ക്ക് പക്ഷാഘാതമുണ്ടായത്. നിലവിൽ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിജയമ്മ. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.